ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഭർത്താവിനെ വിവാഹം കഴിക്കുന്നതോടൊപ്പം ഭർത്താവിൻ്റെ സഹോദരങ്ങളെ കൂടി വിവാഹം കഴിക്കുക എന്ന ദൗർഭാഗ്യ ആചാരം പേറേണ്ടി വരുന്ന ഒരു ഗ്രാമത്തിലെ വനിതകൾ. ഉത്തരേന്ത്യയിലെ ഡെറാഡൂൺ പ്രവിശ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ ആചാരം നടക്കുന്നത്. ഈ ഗ്രാമത്തിലെ ആചാരപ്രകാരം ഇങ്ങനെ വിവാഹം കഴിക്കുന്ന സ്ത്രീ ഓരോ ദിവസവും ഉറങ്ങേണ്ടി വരുന്നത് ഓരോ സഹോദരനൊപ്പമാണ്. മഹാഭാരത കഥയിലെ പാഞ്ചാലിയെ എല്ലാവർക്കും അറിയാം. അതുപോലെ യഥാർത്ഥ ജീവിതത്തിലുമുണ്ട് ഒരു പാഞ്ചാലി. 5 ഭർത്താക്കന്മാരാണ് ഈ പെൺകുട്ടിക്കുള്ളത്. ഉത്തരേന്ത്യയിലെ ഡെറാഡൂൺ പ്രവിശ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് രാജവർമ്മ എന്ന പെൺകുട്ടി താമസിക്കുന്നത്. ഈ നാടിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എക്കാലവും ഓരോ തലമുറയും പിന്തുടർന്നു പോരുന്നു. ഭർത്താവിനെ വിവാഹം കഴിക്കുന്ന ഇവിടുത്തെ സ്ത്രീകൾ ഭർത്താവിന് എത്ര സഹോദരനുണ്ടോ അവരെയും വിവാഹം കഴിക്കണം. അങ്ങനെ വിവാഹശേഷം ഉറങ്ങുന്നത് ഓരോ ദിവസവും ഓരോ സഹോദരനൊപ്പവും. അതെ, സംഭവം നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. മഹാഭാരത കഥയിലെ പാഞ്ചാലിയെ പോലെയാണ് ഇവിടുത്തെ സ്ത്രീകൾ. ഇത്തരത്തിൽ വിവാഹം ചെയ്താൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ഈ ആചാരം ചുമ്മാ അങ്ങ് നടത്തിയാൽ മാത്രം പോരാ, എല്ലാ ഭർത്താക്കന്മാരെയും തുല്യമായി സ്നേഹിക്കുകയും വേണം. ഇനി വിശ്വാസം വരാത്തവർക്ക് രാജവർമ്മ എന്ന പെൺകുട്ടിയുടെ അനുഭവം കേൾക്കാം. ഇത് ബ്രിട്ടനിലെ ഡെയിലി മെയിലിലും ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത സംഭവം കൂടിയാണ്. രാജവർമ്മ എന്ന പെൺകുട്ടി 24 വയസ്സുള്ള ഗുഡു എന്ന യുവാവിനെ വിവാഹം കഴിച്ചു. ആദ്യ വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം രാജു അയാളുടെ മറ്റു സഹോദരങ്ങളെയും വിവാഹം ചെയ്തു. 32കാരനായ ബൈജു, 28 വയസ്സുള്ള ചന്ദ്രൻ ഗോപാൽ, ഇളയ സഹോദരൻ 19 വയസ്സുള്ള ദിനേശ് എന്നിവരെ അവൾ പിന്നാലെ വിവാഹം ചെയ്തു. ഓരോ ദിവസവും ഓരോരുത്തർക്കൊപ്പം കിടന്നുറങ്ങണം. ഒരു ദിവസം ഒരാൾക്കൊപ്പം കിടന്നാൽ മറ്റൊരു ദിവസം മറ്റൊരാൾക്കൊപ്പം കിടക്കണം. ഉത്തരേന്ത്യയിലെ ഡെറാഡൂൺ പ്രവിശ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ വിചിത്ര ആചാരം നടക്കുന്നത്. ഭർത്താവിനെ വിവാഹം കഴിക്കുന്ന യുവതി ഭർത്താവിന് എത്ര സഹോദരന്മാർ ഉണ്ടോ അവരെയും വിവാഹം കഴിക്കണം. എല്ലാ ഭർത്താക്കന്മാരെയും തുല്യമായി സ്നേഹിക്കുകയും വേണം. ഇത്തരത്തിൽ വിവാഹം ചെയ്താൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവുമെന്നാണ് വിശ്വാസം. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.